എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാനിഫെസ്റ്റേഷൻസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈസി ആയിട്ട് ഫാസ്റ്ററായിട്ട് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 3 ടിപ്സ്. നമ്മളെല്ലാവരും മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളവരല്ലേ? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ ഒരു ഫോൺ കോൾ ആയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പെട്ടെന്ന് നമ്മുടെ മുന്നിലോട്ട് വരുന്നതായിട്ടോ, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ നമ്മൾ ആഗ്രഹിച്ചൊരു ഭക്ഷണം ആരെങ്കിലും കൊണ്ടുതരുന്നതായിട്ടോ, അങ്ങനെ പല രീതിക്കും നമ്മൾ കുഞ്ഞു കുഞ്ഞു മാനിഫെസ്റ്റേഷൻസ് എല്ലാവരും ചെയ്തിട്ടുള്ള കാര്യം. പക്ഷെ നമ്മളൊരു കാര്യം, നമുക്ക് വലുതെന്ന് തോന്നുന്ന ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ നമ്മൾ കുറേ സമയമെടുക്കും. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഈസിയാക്കാൻ നോക്കാം. അപ്പം ആദ്യത്തെ ടിപ്പ് വിഷ്വലൈസേഷൻ ആണ്. എന്താ ലോ ഓഫ് അട്രാക്ഷൻ? ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് വി ഓൾ ആർ എനർജി ആൻഡ് വി ഓൾ ആർ വൈബ്രേറ്റിംഗ്. സോ ഒരു വൈബ്രേഷൻസിനും ഫ്രീക്വൻസിയാണ് ലോ ഓഫ് അട്രാക്ഷൻ ബേസിക്കലി പറയുന്ന കാര്യം. സോ ദ മോർ എനർജി, ദ മോർ ഇമോഷൻ നമ്മൾ കൊടുക്കുന്നു, ദ ഹയർ വിൽ ബി ദ വൈബ്രേഷൻ. സോ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അതിൻ്റെ ഇമോഷൻ നമുക്ക് കൂടുമ്പം അതിൻ്റെ വൈബ്രേഷനും കൂടും. സോ ദ മോർ ദ ഇമോഷൻ, മോർ ദ വൈബ്രേഷൻ ആൻഡ് ഈസിയർ അല്ലെങ്കിൽ ഫാസ്റ്റർ ദി അട്രാക്ഷൻ. ഇത്രയേ ഉള്ളൂ. സോ എല്ലാം കിടക്കുന്നത് ആ ഇമോഷനിലാണ് കിടക്കുന്നത്. സോ നമ്മൾ കൂടുതലും ആ ഇമോഷനിലാണ് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് അട്രാക്ഷനിലോട്ട് പോകുന്നത്. സോ വിഷ്വലൈസേഷൻ ഇവിടെ നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യും. എങ്ങനെ? നമ്മൾ ആ ഇമോഷൻസിലൂടെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കൊരു 10,000 റുപ്പീസ് വേണം എൻ്റെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 10,000 റുപ്പീസാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഈ 10,000 റുപ്പീസ് കിട്ടി നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പം ഈ 10,000 റുപ്പീസ് നമുക്ക് കിട്ടുന്നതും നമ്മൾ ആഗ്രഹിച്ച ഗിഫ്റ്റ് തന്നെ അതേ കളറിൽ, അതേ സ്റ്റഫിൽ, എന്താണെങ്കിലും നമ്മൾ ആ ആഗ്രഹിച്ച കാര്യങ്ങൾ ഫ്രണ്ടിന് കൊടുക്കുന്നതും ഫ്രണ്ട് റിസീവ് ചെയ്യുന്നതും ഫ്രണ്ടിന് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷവും കണ്ണ് നിറയുന്നതും ഈ തരത്തിലുള്ള കുഞ്ഞു 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 കാര്യങ്ങൾ പോലും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം, നമുക്കിങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റണം ആ ഒരു ഫീലിങ്സിനെ. അവിടെയാണ് വിഷ്വലൈസേഷൻ പൂർത്തിയാവുന്നത്. നമ്മൾ ആ ഒരു സിറ്റുവേഷനിലായിരിക്കുക എന്നുള്ളത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇമോഷനിലൂടെ നമ്മൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത്. വെറുതെ നമ്മൾ ഇതുപോലെ ഒരു ജസ്റ്റ് നമ്മളിങ്ങനെ കണ്ടു ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. ആ ഇമോഷൻസ് കൊടുത്ത് ഫീൽ ചെയ്ത് നമ്മൾ ഒരു ഫിലിം കാണുന്ന കണക്ക് ഒരു സ്ക്രീനിൽ നമ്മളെ കാണുന്നത് പോലെ, ആ ഇമോഷൻസിലൂടെ കാണുന്നത് പോലെയാണ് വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. അതിനുശേഷം ടേക്ക് എ ഡീപ്പ് ബ്രെത്ത്. നന്നായിട്ട് ബ്രീത്ത് എടുക്കുക. ഊതിക്കളയാം, ശ്വാസം വായിലൂടെ ഊതിക്കളയാം. ഓക്കെ. അതിനുശേഷം അത് സെക്കൻഡ് തിങ്, ലൈക്ക് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ആൻഡ് ദ തേർഡ് തിങ്, മറന്നേക്കാം, ലെറ്റ് ഗോ ചെയ്യാം. സോ വിഷ്വലൈസേഷനിൽ ആ 3 പ്രോസസ്സാണുള്ളത്. ഇമോഷൻസിലൂടെ വിഷ്വലൈസ് ചെയ്യുക, ബ്രെത്ത് എടുത്ത് അതിനെ റിലീസ് ചെയ്യുക, ആൻഡ് ലെറ്റ് ഗോ ചെയ്യുക. ഈ പ്രോസസ്സ് കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ ഫാസ്റ്റർ വിൽ ബി ദ മാനിഫെസ്റ്റേഷൻ. സെക്കൻഡ് ടിപ്പ്, നമ്മൾ മാനിഫെസ്റ്റേഷൻ്റെ ഒരു യാത്രയിലാണ്. നമ്മളിങ്ങനെ GPS ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പോവുക. പക്ഷേ നമ്മൾ ഡെസ്റ്റിനേഷൻ ഫോക്കസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ യാത്ര ഭയങ്കര ഹാർഡായിരിക്കും, അല്ലേ? ഇനി എപ്പോൾ എത്തും, എത്ര ദൂരം പോകണം. പക്ഷേ നമ്മൾ ഈ പോകുന്ന യാത്ര കാഴ്ചകളുടെ ഭംഗി കണ്ട് നമ്മൾ ആസ്വദിച്ച് പോവുകയാണെങ്കിൽ ഡെസ്റ്റിനേഷനിലോട്ട് നമ്മൾ പെട്ടെന്ന് എത്തും. കാരണം നമ്മൾ ഈ ഭംഗികൾ കണ്ടുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ മാനിഫെസ്റ്റേഷനിൽ നമ്മളുടെ ഔട്ട്കം, നമ്മളെ ഡെസ്റ്റിനേഷൻ ഫോക്കസ് ചെയ്യേ വേണ്ട. നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ആക്ഷൻസ് എടുത്താൽ മതി. തേർഡ് ടിപ്പ്, നമുക്ക് പണം തന്നെ എക്സാമ്പിൾ എടുക്കാം. നമ്മൾ പണത്തിന് ഒരുപാട് നീഡായിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ മുന്നിലോട്ട് ഒരാൾ പൈസ ആവശ്യപ്പെട്ട് വരുവാണെങ്കിൽ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് ഡൊണേറ്റ് ചെയ്യാം. മുന്നും പിന്നും നോക്കരുത്. ഫാസ്റ്റ് ആയിരിക്കണം ആക്ഷൻ. നമ്മൾ ഫാസ്റ്റ് ആക്ഷൻ കൊടുക്കുമ്പോൾ യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അപ്പം തന്നെ അതിനുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടും.
നമ്മൾ നമ്മൾ ഒരു 10 രൂപ കൊടുക്കുന്നെങ്കിൽ പോലും അത് 10 ടൈംസ് മോറായിട്ട് നമ്മളുടെ അടുത്തോട്ട് വരും. കാരണം നമ്മൾ അത്രയും എമർജൻസിയിലാണ് പണത്തിനിരിക്കുമ്പോഴും നമ്മൾ അബൻഡൻസിലാണെന്നുള്ളൊരു ഫീലാണ് നമ്മളത് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. ആൻഡ് ഇതുവഴി നമ്മൾക്ക് ധാരാളമായിട്ടുള്ള മണി ഫ്ലോ നമുക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഇതാണ് 3 മാനിഫെസ്റ്റേഷണൽ ടിപ്സ് ഫാസ്റ്ററായിട്ട് നമ്മൾക്ക് മാനിഫെസ്റ്റേഷൻസ് നടത്താൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് വിഷ്വലൈസേഷൻ പറഞ്ഞു. ആൻഡ് നമ്മൾ ഔട്ട്കം ഡെസ്റ്റിനി പ്രതീക്ഷിക്കാതെ അതിൻ്റെ ഔട്ട്കം പ്രതീക്ഷിക്കാതെ നമ്മൾ ആക്ഷൻസ് എടുക്കുക എന്നുള്ളതും, ആൻഡ് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് ഇപ്പം നമ്മൾ പണത്തിൻ്റെ പേരിലാണ് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് പണവുമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ കൂടുതൽ സംസാരിക്കുക, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക. ഇപ്പം നിങ്ങൾ ഹെൽത്തായിട്ടാണ് നിങ്ങൾ എന്തെങ്കിലും ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ആളുകളോട് സംസാരിക്കുക. അവർക്ക് നമ്മളുടെ വാക്കുകൾ കൊണ്ടാണെങ്കിൽ നമുക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വാക്കുകൾ കൊണ്ട് കൊടുക്കുക. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നവരാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂവിൽ പെടുന്നവരാണെങ്കിൽ നല്ല വ്യക്തിബന്ധങ്ങളുള്ളവരുടെ അടുത്ത് കൂടുതൽ സംസാരിക്കുക, പ്രശ്നങ്ങളുള്ളവരുടെ അടുത്ത് കൂടുതൽ സംസാരിക്കുക, റിലേഷൻഷിപ്സിൻ്റെ വാല്യൂ കൊടുക്കുന്നവരുടെ അടുത്ത് കൂടുതൽ സംസാരിക്കുക. ആ തരത്തിൽ നമ്മൾക്ക് എന്താണോ നമ്മൾക്ക് ലാക്ക് ചെയ്യുന്നത് ആ ലാക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാൽ മാനിഫെസ്റ്റേഷൻസ് പെട്ടെന്ന് നടക്കും. സോ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണാം. സോ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിനകത്ത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.